മോദി തീർച്ചയായിട്ടും വളരെ നേരത്തെ പറഞ്ഞ പോലെ ദൃഢനിശ്ചയമുള്ള ഒരു ഭരണാധികാരിയാണ്. ആ കാര്യത്തിലൊന്നും ആർക്കും സംശയമില്ല. നമ്മൾ ഒരാളെ വിലയിരുത്തുമ്പോൾ നമുക്ക് അയാളുടെ മുഴുവൻ കാര്യങ്ങൾ തെറ്റാണ്, മുഴുവൻ കാര്യങ്ങൾ ശരിയാണ് എന്നൊന്നും പറയേണ്ട ഒരു ബാധ്യത നമുക്കില്ല. മോദി വലിയ തോതിൽ ഇന്ത്യയിൽ വികസനം കൊണ്ടുവന്നിട്ടുണ്ട്. ഇപ്പൊ നമ്മൾ ഏതാണ്ട് 4 ട്രില്യൺ എക്കോണമിയിലേക്ക് എത്തിയിട്ടുണ്ട്. നമ്മൾ ബ്രിട്ടനെ മറികടന്ന് വലിയ സാമ്പത്തിക ശക്തിയായിട്ടുണ്ട്. ഇത്തരം കാര്യങ്ങളൊക്കെ സംഭവിച്ച കാര്യം തന്നെയാണ്. അതിൽ മോദിയുടെയും മോദി ഭരണകൂടത്തിന്റെയും ഒക്കെ പങ്ക് വളരെ 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 വലുതാണ്. ഒരു സംശയവും അക്കാര്യത്തിലില്ല. പക്ഷേ ഇതൊക്കെ നമ്മൾ അപ്പൊ ചോദിക്കും, ഇത് മോദി മാത്രമാണോ ചെയ്തിട്ടുള്ളത്? അല്ല. അടിയന്തരാവസ്ഥ കാലത്ത് ഇന്ദിരാഗാന്ധിയും ഏതാണ്ട് ഇത്തരത്തിലുള്ള അതുകൊണ്ട് അടിയന്തരാവസ്ഥ കാലത്താണ് ഇന്ത്യയിൽ ഏറ്റവും വലിയ ഇൻഡസ്ട്രിയൽ ഈ പറഞ്ഞ റവല്യൂഷനും അതുപോലെ വലിയ തോതിലുള്ള ഡെവലപ്മെന്റും ഒക്കെ ഉണ്ടായത്. ഇത് ഹിറ്റ്ലറുടെ കാലത്ത് ജർമ്മനിയിലും നടന്നിട്ടുണ്ട്. കാരണം ഒരു ആൾ കുറച്ചും കൂടി സ്ട്രോങ് ആയിട്ടുള്ള ഒരാളായി മാറുമ്പോൾ സ്വാഭാവികമായിട്ടും കുറച്ചും കൂടി കൺസിസ്റ്റന്റ് ആയിട്ടുള്ള ഒരു വികസനം നടക്കും എന്നുള്ളത് ശരിയായിട്ടുള്ള ഒരു കാര്യമാണ്.